മഹാഭാരത യുദ്ധം ജയിച്ച പാണ്ഡവർക്ക് ഭരിക്കാൻ കിട്ടിയത് വിധവകളുടെ സാമ്രാജ്യമായിരുന്നു എന്ന് കേട്ടിട്ടില്ലേ? അതേസമയം സ്കൂളുകളിലും ആശുപത്രികളിലും വരെ കാർപ്പറ്റ് ബോംബിംഗ് നടത്തുന്ന ആധുനിക യുദ്ധമുറകൾ വിധവകളെയോ കുട്ടികളെയോ പോലും അവശേഷിപ്പിക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടി ട്രംപിനെയും ഖമീനിയെയും വെല്ലുന്ന ആവേശത്തോടെ പക്ഷം പിടിച്ച് വാദിക്കുന്ന പ്രത്യയശാസ്ത്ര പണ്ഡിതർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. യുദ്ധത്തിൽ വിജയികളും പരാജിതരുമില്ല, മരിച്ചവരും മുറിവേറ്റവരുമേയുള്ളൂ. ഓരോ യുദ്ധത്തിൻ്റെയും കാഹളം മുഴങ്ങുമ്പോൾ അത് നേരിട്ട് ബാധിക്കാത്തവർ പോലും ചോദിക്കാത്ത ഒരു ചോദ്യമുണ്ട്: വൈ? ടു ബി മോർ ബ്ലണ്ട്, വൈ ദ ഹെൽ? ഫെബ്രുവരി പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ പൊട്ടിത്തെറിക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഗൾഫ് മേഖലയിൽ ഉരുണ്ടുകൂടിയ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ പെയ്തു തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ലോകത്തെ മറ്റൊരു മഹായുദ്ധത്തിൻ്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. അമേരിക്കയോടുള്ള പ്രതികാരം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന പേരിൽ ഇറാൻ അയൽ രാജ്യങ്ങളോട് തീർക്കും. ഈ യുദ്ധം പെട്ടെന്നുണ്ടായ ഒന്നല്ല. കഴിഞ്ഞ 70 വർഷത്തെ പകയും ചതിയും നിറഞ്ഞ കഥയുണ്ട് ഇതിനു പിന്നിൽ. ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്ന അമേരിക്കയും ഇറാനും എങ്ങനെ ഇത്ര വലിയ ശത്രുക്കളായി? ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ യുദ്ധത്തെക്കുറിച്ച് ഉയരുന്ന വൈ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. പലരും കരുതുന്നത് 1979 ഇസ്ലാമിക വിപ്ലവത്തോടെയാണ് ഇറാൻ US ഇസ്രായേൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്നാണ്. എന്നാൽ സത്യം അതല്ല. ഇതിൻ്റെ വേരുകൾ കിടക്കുന്നത് 1953 അന്ന് ഇറാന്റെ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് മൊസാദക് വിപ്ലവകരമായൊരു തീരുമാനമെടുത്തു. ഇറാനിലെ എണ്ണ സമ്പത്ത് അദ്ദേഹം ദേശസാത്കരിച്ചു. ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ലാഭത്തെ ഇത് സാരമായി ബാധിച്ചു. തുടർന്ന് US ചാരസംഘടനയായ CIA ഓപ്പറേഷൻ അയാക്സ് എന്ന കോഡ് നെയിം ഉപയോഗിച്ച് ഒരു ഗൂഢ നീക്കം നടത്തി. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ സർക്കാരിനെ പുറത്താക്കി. അമേരിക്കയ്ക്ക് താൽപ്പര്യമുള്ള ഷാ ഭരണകൂടത്തെ അധികാരത്തിലേറ്റി. തുടർന്നുള്ള 25 വർഷം ഷാ അമേരിക്കയുടെ താൽപ്പര്യം സംരക്ഷിച്ചു. എന്നാൽ ഇറാന്റെ സംസ്കാരത്തെയും ജനതയെയും അടിച്ചമർത്തുന്ന ഭരണം ജനങ്ങളിൽ വലിയ അമർഷമുണ്ടാക്കി. ആയിരത്തി 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം. ഷാ രാജാവ് നാടുവിട്ടു. അയത്തുള്ള ഖൊമേനി അധികാരത്തിൽ വന്നു. ഷായുടെ മിത്രമായിരുന്ന അമേരിക്ക അതോടെ ഇറാനെ സംബന്ധിച്ച് ദ ഗ്രേറ്റ് സാത്താൻ ആയി മാറി. അതേ വർഷം നവംബറിൽ ടെഹ്റാനിലെ അമേരിക്കൻ എംബസി ഇറാനിയൻ വിദ്യാർത്ഥികൾ പിടിച്ചെടുത്തു. 52 അമേരിക്കക്കാരെ 444 ദിവസമാണ് അവർ ബന്ദികളാക്കി വെച്ചത്. ഈ സംഭവം അമേരിക്കയുടെ ഊതിവീർപ്പിച്ച ഈഗോയിലേറ്റ വലിയ മുറിവായിരുന്നു. അന്ന് മുറിഞ്ഞ നയതന്ത്ര ബന്ധം പിന്നീട് ഒരിക്കലും പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ അമേരിക്കയും ഇറാനും നേരിട്ട് യുദ്ധം ചെയ്തിട്ടേയില്ല. പകരം അവർ മറ്റുള്ളവരെ ഉപയോഗിച്ച് നിഴൽ യുദ്ധങ്ങൾ നടത്തി. അത്തരം പ്രോക്സി വാറുകളിൽ ലബനനിലെ ഹിസ്ബുള്ളയും പലസ്തീനിലെ ഹമാസും യമനിലെ ഹൂതികളുമൊക്കെ ഇറാന്റെ പിന്തുണയോടെ ഒറ്റതിരിഞ്ഞ ആക്രമണങ്ങൾ നടത്തി. അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഉറക്കം കെടുത്തി. ഇതിനിടെയാണ് ഇറാന്റെ ആണവ പദ്ധതി വലിയ തോതിൽ പുരോഗമിക്കുന്നതായി പാശ്ചാത്യ ലോകം തിരിച്ചറിയുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്ന് അമേരിക്ക ആരോപിക്കുന്നു. എന്നാൽ വൈദ്യുതി ഉൽപ്പാദനമാണ് തങ്ങളുടെ ആണവ പദ്ധതികളുടെ ലക്ഷ്യമെന്ന് ഇറാൻ വാദിക്കുകയും ചെയ്തു. 2015 ഒബാമ സർക്കാരിൻ്റെ കാലത്ത് US ഇറാനും ഒരു ആണവ കരാർ ഒപ്പിട്ടിരുന്നു. 2018 ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി അതിൽ നിന്ന് പിന്മാറി. ഇറാൻ US ബന്ധം വീണ്ടും വഷളായത് ഇതോടെയാണ്. അതെ, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയേ തീരൂ എന്ന് വാശി പിടിക്കുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന ഇന്റർനാഷണൽ വാർ പെർവേർട്ട് കൊളുത്തിയ തീയാണിത്. ഇറാനിയൻ സൈനിക മേധാവിയായിരുന്ന ജനറൽ ഖാസിം സുലൈമാനിയുടെ കൊലപാതകം ആ തീയിൽ എണ്ണയൊഴിച്ചു.
യുദ്ധത്തിന് കുറിയടിച്ച ശേഷം സമാധാനത്തിന് ഭീഷണി മുഴക്കുന്ന ട്രംപിന്റെ കുടിലതന്ത്രം ഇത്തവണ കൈവിട്ട കളിയായി. എത്ര ഗുരുതരമായ കാരണം കൊണ്ടായാലും ഒരു രാജ്യത്തിന്റെ പരമാധികാരിയെ വധിച്ച ശേഷം ഇനി നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറയുന്നതിൽ യുക്തിയില്ല. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം 90% മുകളിലെത്തി എന്ന റിപ്പോർട്ടുകളാണ് അമേരിക്കയ്ക്ക് പെട്ടെന്നുണ്ടായ പ്രകോപനം എന്ന് വേണം കരുതാൻ. ഈ യുദ്ധത്തിന്റെ കാരണങ്ങളെ ഏറ്റവും ലളിതമായി 3ആയി തിരിക്കാം. ആണവ ഭീഷണി തന്നെ ആദ്യത്തേത്. ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടായാൽ അത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് US കരുതുന്നു. ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധം സംഭരിച്ചു വെച്ചിരിക്കുന്ന അതേ US. മേഖലയിലെ അധികാരമാണ് രണ്ടാമത്തെ കാരണം. മിഡിൽ ഈസ്റ്റിൽ ആരാണ് ബോസ് എന്ന തർക്കത്തിന് അമേരിക്ക ഒറ്റ ഉത്തരമേ ആഗ്രഹിക്കുന്നുള്ളൂ, അതേതായാലും ഇറാൻ എന്നല്ല. സാമ്പത്തിക താല്പര്യങ്ങളാണ് മൂന്നാമത്തെ കാരണം. അതെ, ഇറാന്റെ അപരിമേയമായ എണ്ണ സമ്പത്ത്. ലോകരക്ഷയ്ക്കെന്ന പേരിൽ അമേരിക്ക കുന്നുതള്ളുന്ന ആദ്യത്തെ രാഷ്ട്ര നേതാവല്ല അയത്തുള്ള ഖമനേയി. സദ്ദാം ഹുസൈന് ശേഷമുള്ള ഇറാഖിലെയും മുഅമ്മർ ഗദ്ദാഫിക്ക് ശേഷമുള്ള ലിബിയയിലെയും സാധാരണക്കാരുടെ ശോചനീയാവസ്ഥയിൽ കാണാം അമേരിക്കൻ ഇടപെടലിന്റെ ആകത്തുക. ഈ യുദ്ധം കേവലം 2-3 രാജ്യങ്ങൾക്കിടയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും പെട്രോൾ വിലയെയും പക്ഷം പിടിക്കാത്ത ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളെ വരെയും ബാധിക്കും. 10,000 കിലോമീറ്റർ അകലെ നടക്കുന്ന ഈ സംഘർഷം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? അതേക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ വിശദമായി സംസാരിക്കാം. ഈ യുദ്ധം വെറുമൊരു വാർത്തയല്ല. ഇത് നമ്മുടെ അടുക്കളയിലെ വിലക്കയറ്റമാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളുടെ അരക്ഷിതാവസ്ഥയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് മേൽ വീണ കരിനിഴലാണ്. അതെ, ഈ യുദ്ധവെറിയുടെ ഫലം മലയാളിയുടെ അടുക്കളയിൽ വരെ പ്രതിഫലിക്കും. കഴിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ അതിൻ്റെ ദുസ്വാദുണ്ടാകും. 10,000 കിലോമീറ്റർ അകലെ നടക്കുന്ന ഈ യുദ്ധം പലതരത്തിൽ നമ്മളെയും ബാധിക്കാൻ പോവുകയാണ്. കടലുകൾക്കിപ്പുറത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെയും സുരക്ഷയെയും വരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണിത്. അതിൻ്റെ കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. എണ്ണവില തന്നെ ആദ്യത്തേത്. ഇന്ത്യക്ക് ആവശ്യമുള്ള പെട്രോളിയത്തിൻ്റെ 80% ഇറക്കുമതി ചെയ്യുന്നതാണ്. യുദ്ധം മുറുകുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ ലഭ്യതയും വിതരണവും കുറയും. വില കുതിച്ചുയരും. ലോകത്തെ എണ്ണ വിതരണത്തിൻ്റെ 20% കടന്നുപോകുന്നത് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇറാൻ ഈ പാത അടച്ചതോടെ ഇന്ത്യയിലേക്കുള്ള പെട്രോളിയം ഇറക്കുമതിയുടെ വലിയൊരു പങ്ക് നിലയ്ക്കും. പെട്രോൾ ഡീസൽ വില ഇരട്ടി വരെയാകും. സ്വാഭാവികമായും ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനു കാരണമാകും. കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്ന നാണ്യപ്പെരുപ്പം സകല നിയന്ത്രണങ്ങളും പൊട്ടിച്ച് കുതിച്ചു കയറും. പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നം ഇന്ത്യയുടെ ആകെ സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുമെന്നതാണ് രണ്ടാമത്തെ കാരണം. 1 കോടിയോളം ഇന്ത്യക്കാരാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ ഭൂരിഭാഗവും മലയാളികളാണ്. യുദ്ധം ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സൗദി അറേബ്യയിലേക്കോ UAE-യിലേക്കോ പടർന്നാൽ ഈ പ്രവാസികളുടെ സുരക്ഷ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി മാറും. ദശലക്ഷക്കണക്കിന് പ്രവാസികളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കുക എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ റെസ്ക്യൂ ഓപ്പറേഷനായി മാറും. കോടിക്കണക്കിന് രൂപയാണ് പ്രവാസികൾ ഓരോ വർഷവും ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഈ വരുമാനം നിലച്ചാൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു തരിപ്പണമാകും. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ആശങ്ക. അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള വ്യാപാരത്തിന് ഇന്ത്യ കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ചതാണ് ഇറാനിലെ ചബഹാർ തുറമുഖം. ഈ തുറമുഖത്തിനുമേൽ വീഴുന്ന ബോംബുകൾ ഓരോന്നും കരിച്ചു കളയുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ കൂടി പണവും വർഷങ്ങളുടെ പരിശ്രമവുമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോലും ഈ യുദ്ധത്തിൻ്റെ അരുചിയുണ്ടാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? എന്നാൽ അതും ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യക്ക് ആവശ്യമായ രാസവളങ്ങളുടെ പ്രധാന സംസ്കൃത വസ്തുവായ സൾഫർ 70%-ലധികം വരുന്നത് UAE, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. യുദ്ധം കാരണം സൾഫർ ഇറക്കുമതി നിലച്ചാൽ അത് ഇന്ത്യയിലെ കൃഷിയെ ബാധിക്കും. വളത്തിന് വില കൂടുന്നത് നമ്മുടെ കർഷകർക്ക് താങ്ങാനാവില്ല. ആത്യന്തികമായി ഭക്ഷണ സാധനങ്ങളുടെ വിലവർധനയ്ക്ക് കാരണമാകും. പരക്കെ വിശ്വസിക്കപ്പെടുന്നത് പോലെ എണ്ണ വ്യാപാരം മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നത്. ഇന്ത്യയിലെ വമ്പൻ IT കമ്പനികളുടെ വലിയൊരു വിപണി കൂടിയാണ് അവിടം. ദുബായ് പോലുള്ള നഗരങ്ങളിൽ TCS-ഉം ഇൻഫോസിസും അടക്കം ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ ഓഫീസുകളുണ്ട്, വലിയ നിക്ഷേപങ്ങളുണ്ട്. യുദ്ധം കാരണം മേഖലയിലെ സാമ്പത്തിക സ്ഥിതി മോശമായാൽ ഈ കമ്പനികൾക്ക് ലഭിക്കുന്ന പ്രോജക്റ്റുകൾ കുറയും. ഇത് IT ജീവനക്കാരുടെ തൊഴിലിനെയും ശമ്പളത്തെയും ബാധിക്കും.
ചൈനയുടെ സാമ്പത്തിക ആധിപത്യത്തിന് ബദലായി ഇന്ത്യയും അമേരിക്കയും ചേർന്ന് വിഭാവനം ചെയ്തതാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അഥവാ IMEC. ഇന്ത്യയിൽ നിന്ന് ഗൾഫ് വഴി യൂറോപ്പിലേക്ക് വേഗത്തിൽ ചരക്കുകൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതിക്ക് യുദ്ധം വലിയൊരു തടസ്സമാണ്. മേഖലയിലെ അസ്ഥിരത കാരണം കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം പാതി വഴിയിൽ നിലച്ചു പോകാം. മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് എന്നത് ഇന്ത്യക്ക് കേവലം സാമ്പത്തികമായൊരു പ്രശ്നം മാത്രമല്ല. ഇറാനുമായി ഇന്ത്യക്ക് നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക ബന്ധമുണ്ട്. ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് ഷിയ വിശ്വാസികൾക്ക് ഇറാന്റെ ആത്മീയ നേതൃത്വവുമായി അടുത്ത ബന്ധമാണുള്ളത്. യുദ്ധം മൂലം ഇറാനിലെ വിശുദ്ധ കേന്ദ്രങ്ങൾക്കോ ജനങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇന്ത്യയുടെ ആഭ്യന്തര സമാധാനത്തെ വരെ ബാധിക്കും. അയത്തുള്ള ഖമനേയിയുടെ മരണത്തെ തുടർന്ന് കശ്മീരിൽ വരെ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറിയത് ഓർക്കാം. അതീവ ജാഗ്രതയോടെയും നയതന്ത്ര വൈദഗ്ധ്യത്തോടെയും മാത്രമേ ഇന്ത്യക്ക് ഈ പ്രതിസന്ധിയെ നേരിടാനാവൂ. ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് പാർട്ണറാണ്. അതേസമയം ഇറാൻ പരമ്പരാഗത സുഹൃദ് രാജ്യവും പ്രധാന ഊർജ്ജദാതാവും കൂടിയാണ്. രണ്ട് വള്ളത്തിൽ കാലുവെച്ച് സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ രാജ്യം. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്, ഇന്ത്യയുടെ ആവശ്യമാണ്, കേരളത്തിൻ്റെ ആവശ്യമാണ്. തോക്കുകൾ താഴെ വെച്ച് ചർച്ചാമേശയ്ക്ക് ചുറ്റുമിരിക്കാൻ യുദ്ധപ്രഭുക്കൾ സന്നദ്ധരാകുമോ? അതോ ലോകം മറ്റൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തുമോ? ലോകം കുറച്ച് വാർ പെർവർട്ടുകളുടെ പിടിയിലാവും മുൻപ് സമാധാനത്തിൻ്റെ മാർഗം തെളിഞ്ഞു വരുമോ? വരും ദിവസങ്ങളിൽ നമുക്കത് അനുഭവിച്ചറിയാം.